أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر. إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا. صدق الله العظيم. ക്ലിയർ അല്ലേ? സൂറത്തുൽ കഹ്ഫിലെ ആയത്ത് നമ്പർ 29 എൻ്റെ ഓർമ്മ. 29 അല്ലേ? അതിൽ നമ്പർ ഉണ്ടാവില്ല, മൊബൈൽ നമ്പർ ഉണ്ടാവും. ആയത്തിന് 29 അല്ലേ? വഖുൽ, തങ്ങൾ പറയുക, അൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് വന്ന തീരുമാനമാണ് സത്യം. ഫമൻ ശാ ഫല്യുമിൻ, അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ മുഅ്മിനീങ്ങളായിക്കോളി. ഫമൻ ശാ ഫല്യക്ഫുർ, അല്ലെങ്കിൽ കാഫിരീങ്ങൾ ആയിക്കോളി. അള്ളാഹ്ക്ക് ബന്ധം. ഇതെന്തിനായി പറയണമെന്ന് ആയത്തുമ്മിലുള്ള ബന്ധം പറയാം. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഉന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി യുരീദുന വജ്ഹഹു വലാ തഅദു ഐനക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതി മൻ ഗഫൽനാ ഖൽബുഹു അൻ ദിക്രിനാ വത്തബഅ ഹവാ വകാന അംറുഹു ഫുറുതാ. ഇതാണ് കഴിഞ്ഞ ആയത്ത്. അപ്പൊ അതിൽ പറഞ്ഞെന്താ, മക്കയിലുള്ള ഖുറൈശി പ്രമുഖർ വന്നിട്ട് പറഞ്ഞു, ആ പാവങ്ങളൊന്നും അങ്ങോട്ട് മാറ്റിയാൽ മതി, ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു. എന്റെ മുമ്പിൽ ഇപ്പൊ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആ അടിമകളുണ്ടല്ലോ, ആ ബിലാൽ, അമ്മാർ, യാസിർ, അതൊക്കെ ഒന്ന് തട്ടിയാൽ നമ്മളവിടെ വന്നിരുന്നോളം മുസ്ലിമീങ്ങളായിക്കൊള്ളാം. ഇവരെങ്ങനെങ്കിലും ഇങ്ങോട്ട് വരട്ടെ എന്ന് എഴുതിയിട്ട് അള്ളാന്റെ റസൂൽ എന്ന് ആയാലോ എന്ന് ചിന്തിച്ചു. അപ്പൊ അള്ളാഹ് പറയാണ്, വഖുൽ, നിങ്ങൾ പറയും, അൽ ഹഖ്ഖു, സത്യം, മിർ റബ്ബിക്കും, നിങ്ങളെ റബ്ബ്. അവരോട് പറയാൻ കാരണം അവര് റബ്ബ് അള്ളാഹ് തന്നെയാണ്, അല്ല വേറെ ആരുമല്ല. നിങ്ങളുടെ റബ്ബ് എന്താണോ എന്നോട് പറഞ്ഞത് അതാണ് സത്യം. നിങ്ങൾ പറയണത് എന്താ, ഈ പാവങ്ങൾ ഒഴിവാക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യം തരുന്നത് അള്ളാഹ് പറഞ്ഞത് വേണ്ടാന്നാണ്. അപ്പൊ വേണ്ടാന്ന് അള്ളാഹ് പറഞ്ഞാൽ അതാണ് ശരി. പിന്നെ നിങ്ങളിവിടെ ഇരിക്കാനാ നിലക്ക് നിങ്ങൾക്ക് സൗകര്യം ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആഫിര്യങ്ങളാവുന്നല്ലേ നിങ്ങൾ പറഞ്ഞു. അമ്മ ഷാഫല്ലേ, അമ്മ ഷാഫല്ലേ, വേണമെങ്കിൽ മുഅ്മിനീങ്ങളെ പോയി, കാര്യങ്ങളൊക്കെ റെഡിയാണ്. അല്ലാതെ ഇവിടെ ഇരിക്കാന് പാവങ്ങളെ തട്ടിയിട്ട് വേണം ഇരിക്കാന് എന്നൊരു തീരുമാനമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അള്ളാഹ് പറഞ്ഞു അങ്ങനെ ഓല് വരണ്ടെന്നാണ് ഇപ്പൊ അള്ളാഹ് പറഞ്ഞു. അത് തന്നെയാണ് സത്യം. ഇവിടെ ഹൗസ് ഫുള്ളാണ് എന്ന് നമുക്ക് പറയാനുള്ള. ഈ ദീനിക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് ആളുകൾ തിരികെ കയറ്റേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ചിലരൊക്കെ അങ്ങനെ ഓടി പോയാണ് എങ്ങോട്ടെങ്കിലും. അള്ളാഹ്ക്ക് ഇപ്പൊ എല്ലാരും കൂടി മുഅ്മിനീങ്ങളൊക്കെ അള്ളാഹ്ക്ക് കയ്യില്ലേ. ഇന്ന് ലോകത്ത് 800 കോടിയിലേറെ മനുഷ്യന്മാരുണ്ട്. മുഅ്മിനീങ്ങൾ ഇപ്പൊ എത്രയുള്ളത്? പകുതിയുണ്ടോ? 3/1 കൂടി ശരിക്കില്ല ചിന്തിച്ചാൽ. എല്ലാരും കൂടി മുഅ്മിനീങ്ങളാക്കാൻ അള്ളാഹ്ക്ക് കഴിയൂലേ? കഴിയും. അങ്ങനെ അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല. ബുദ്ധി കൊടുത്ത്, ചിന്തിക്കാനുള്ള ശേഷി കൊടുത്ത്, 1,00,000-ലേറെ അമ്പിയാക്കളെ കൊണ്ട് ഒരു കാര്യം പ്രചരിപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്ത്, അവസാനത്തിൽ അമ്പിയാക്കളുടെ പ്രമുഖനായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ കൊടുത്ത്, അവിടുത്തെ കയ്യിൽ ലോകാത്ഭുതമായൊരു ഗ്രന്ഥവും കൊടുത്ത്, ഒരുപാട് ഉലമായിനെയും കൊടുത്ത്, എല്ലാരെ കൊണ്ട് ഉത്ബോധനം നടത്തിച്ച്, എന്നിട്ടും വരുന്നില്ലെങ്കിൽ ഓൽക്ക് പോയി എന്നല്ലാതെ എല്ലാരും കൂടി ദീനിലാക്കി അള്ളാഹ്ക്ക് കഴിയും. പക്ഷെ ഈ പരീക്ഷണ ലോകത്ത് അതിന് അള്ളാഹു തആല തയ്യാറല്ല. ആ തൂണ് മറിഞ്ഞു കണ്ടടോ, ആ തൂണ് മറിഞ്ഞു കണ്ട, മനസ്സിലായില്ലേ? എല്ലാരും കൂടി മുഅ്മിനീങ്ങളാക്കാൻ അള്ളാഹ്ക്ക് കഴിയും. പക്ഷെ അത് അള്ളാഹ് ആഗ്രഹിച്ചിട്ടില്ല. എല്ലാ കഴിയുന്നതും ചെയ്യോ. ഒരു പരീക്ഷയുള്ള കുട്ടികളെ പരീക്ഷ നടത്തുന്ന ഒരു അധ്യാപകനെ അപേക്ഷിച്ചിടത്തോളം എല്ലാ കുട്ടികളെയും ജയിപ്പിക്കാൻ അധ്യാപകന് കഴിയും. അതാണ് പറഞ്ഞതിന് മാന.
എല്ലാരും ജയിപ്പിക്കാൻ അധ്യാപകൻ കഴിയില്ലേ? ഇപ്പൊ ഞാൻ ഇപ്പൊ ദർസുട്ടികളെ പരീക്ഷ എടുത്താണെങ്കിൽ അവരെ മുഴുവനും ജയിപ്പിക്കാൻ എനിക്ക് കഴിയും. പക്ഷെ ഞാൻ ചെയ്യോ? ഇല്ല. പേപ്പർ കൊടുക്കും, ഫാൻ ഇട്ട് കൊടുക്കും, പാനിങ് കൊടുക്കും, ചോദ്യപേപ്പർ. എന്നിട്ട് ഫമൻ ഷാഫിൻ വേണമെങ്കിൽ എഴുതിയോളിയും ജയിച്ചോളി, അല്ലെങ്കിൽ എഴുതാതെ ഇരുന്നോളിയും തോറ്റോളി. അതിനർത്ഥം എനിക്ക് അവരെ ജയിപ്പിക്കാൻ കഴിയും, പക്ഷെ ഞാനത് ഉദ്ദേശിച്ചില്ല. ഞാനത് പരീക്ഷണ ലോകമാണ്. അല്ലാഹ് ആ ശൈലിയിൽ മനസ്സിലാക്കിയാൽ മതി. ഇതൊരു പരീക്ഷണ ലോകമാണ്. പരീക്ഷണത്തിന് അള്ളാഹു പറഞ്ഞു വിട്ടാണ്. അവിടെ അള്ളാഹ്ക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ കൂടി ചെയ്താൽ പിന്നെ പരീക്ഷണമാവും ഇല്ല. അപ്പൊ നമ്മളോട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നു. എന്നിട്ട് പറഞ്ഞ് വേണമെങ്കിൽ ചിന്തിച്ചിട്ട് അധ്വാനിച്ചിട്ട് സ്വർഗത്തേക്ക് പോരി, അല്ലെങ്കിലോ ഹവയിൽ വഴിപ്പെട്ടുകൊണ്ട് നരകത്ത് പോയിക്കോളി. കാര്യങ്ങളൊക്കെ റെഡിയാണ്. നിന്റെ ഭാഗത്ത് നിന്ന് വന്നാണ് സത്യം. വേറെയുള്ളൊക്കെ ഓരോരുത്തർ തീരുമാനിച്ചോളി. നമ്മൾ ആരെയും നിർബന്ധിക്കണില്ല. വളരെ കൃത്യമാണ് കാര്യം. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ വഇൻ യസ്തഗീഥു യുഗാഥു ബിമാഇൻ കൽമുഹൽ യശ്ഫിൽ വുജൂഹ ബിഅസ ശറാബ് വസഅത് മുർതഫഖാ. സൂറത്തുൽ കഹ്ഫ് പഠിച്ചേക്കുന്നതല്ലാട്ടോ. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സൂറത്തുൽ കഹ്ഫ് മനപ്പാടാക്കിയവർ രക്ഷപ്പെടുന്ന ഹദീസിലുണ്ട്. എല്ലാം കൂടെ മനപ്പാടാക്കും വേണ്ടെന്ന ഹദീസ് കൊണ്ട് മനസ്സിലാകുന്നത്. ആദ്യത്തെ 10 ആയത്ത് മനപ്പാടാക്കിയാൽ മതി, അല്ലെങ്കിൽ ലാസ്റ്റത്തെ 10 ആയത്ത് മനപ്പാടാക്കിയാൽ മതി. ആ ഹദീസ് കണ്ട അന്ന് മനപ്പാടാക്കിയാണ് ഞാൻ. അങ്ങനെ ഹദീസുണ്ട്. അന്നാണ് മനപ്പാടാക്കി. ആദ്യത്തെ 10 ഒന്നല്ല ഞാൻ മനപ്പാടാക്കി. സംഗതി കണ്ടാ പിന്നെ അമൽ ചെയ്യണ്ട. അത് മനപ്പാടാക്ക. ഇത് കുറച്ച് പ്രയാസപ്പെട്ടോട്ടെ. ദജ്ജാൽ വരുന്നുണ്ടല്ലോ, ഉറപ്പല്ലേ? അതിന് പ്രയാസപ്പെടണ്ടേ? നമ്മൾ എന്തെല്ലാം കാര്യത്തിന് പ്രയാസപ്പെടുന്നുണ്ട്. ദജ്ജാൽ വരുന്നു, വൈകാതെ തന്നെ വരും. ഈ ഇരിക്കണ ആളാന്ന് പറയാൻ നിൽക്കരുത് കേട്ടോ. യഥാർത്ഥ ദജ്ജാലിനെ കുറിച്ചാണ് പറഞ്ഞത്. വൈകാതെ വരും. അതിനിപ്പോ എന്തിനാ ഒരാൾ പറയാം, എന്തിനാ വരണേ നിങ്ങൾ തന്നെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതുപോലെ പറയരുതെന്ന് പറയാം. എന്നോടല്ല, ഒരു കുടുംബത്തിൽ തർക്കം കൊണ്ട് പറയിച്ചാണ് വല്യപ്പാനെ ചൂണ്ടിയിട്ട്. അതിനിപ്പോ എന്തിനാ വല്യപ്പ ദജ്ജാല് വരണേ? നിങ്ങളെ കൊണ്ട് തന്നെയല്ല വലിയ ശല്യം, നിങ്ങൾ തന്നെയല്ല പറഞ്ഞാല്. അപ്പൊ ദജ്ജാല് വരും. അതിന്റെ എല്ലാ അടയാളങ്ങളും തകൃതിയിൽ റെഡിയാണ്. ഇപ്പോ സൂറത്തുൽ കഹ്ഫ് ബുദ്ധിയുള്ള ആളുകൾ ആദ്യത്തെ 10 ആയത്തെങ്കിലും ഇരുന്ന് മനപ്പാടായിക്കോളി. അതൊരായുധാണ്. പാമ്പുള്ളോടത്ത് പോകുമ്പോ കയ്യിൽ വടി പിടിക്കൂലേ എന്നപോലെയാണ്. ദജ്ജാല് വന്നാൽ പിന്നെ ഇതൊരായുധാണ്. പെട്ടെന്ന് കേറൂല, പെട്ടെന്ന് ഇതുള്ളവരുടെ അടുത്തേക്ക് കേറൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഇവിടെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ പറയാൻ കാരണം എന്താ വെച്ചാല്, ഇവര് വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഓപ്ഷൻ വെച്ചപ്പോ അങ്ങനെ ഓപ്ഷൻ വെച്ചിട്ടൊന്നും ദീനിക്ക് കയറാൻ നിൽക്കണ്ട. അള്ളാഹ് ഒരു തീരുമാനം പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും അതാണ് ശരി. അതിന്റെ അർത്ഥം നിങ്ങളെ തീരുമാനം പെട്ടെന്ന് തോന്നും ശരി തന്നെ അല്ല. അപ്പൊ അവരൊരു ചെറിയ സമയം, ഒരു 10 മിനിറ്റ് ഇവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ അവരൊക്കെ കൂടി ശ്വാസിൽ വന്നിരിക്കും, ഷാത്തേലി മെല്ലും. അപ്പൊ അവരൊക്കെ കൂടി നാളെ നരകത്തിന് രക്ഷപ്പെടുത്താം. നല്ല ബുദ്ധിപരമായ ചിന്തയാണത്. അള്ളാഹ് പറഞ്ഞു നോ, പാടില്ല എന്ന് പറഞ്ഞു. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, അതാണ് ശരി. പിന്നെ നമ്മളെ ബുദ്ധിക്ക് അവിടെ സ്പേസ് ഇല്ല. ദീനൊരു കാര്യം പറഞ്ഞാൽ ബുദ്ധിക്ക് സ്പേസ് ഇല്ല. കാരണം അത് അള്ളാന്റെ തീരുമാനമാണ്. നമ്മളെ ബുദ്ധി ഇല്ലല്ലോ. നമുക്ക് അവിടെ ബുദ്ധി നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്കൊക്കത്തിനും പരിധിയില്ലേ? ഒക്കത്തിനും പരിധിയുണ്ട്. എനിക്ക് ഈ കസാര എടുത്ത് പൊന്തിക്കാൻ പറ്റൂ, നിങ്ങൾക്ക് പറ്റൂലേ? പള്ളി എടുത്ത് പൊന്തിക്കാൻ പറ്റുമോ? എന്തേ പരിധിയുണ്ട്. എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും, പക്ഷെ അവിടുന്ന് ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കൂല. പരിധിയുണ്ട്. എനിക്ക് നിങ്ങൾ ആരെങ്കിലും പിടിക്കാൻ കഴിയും, പക്ഷെ അതിന്റെ അപ്പുറത്തുള്ളവരെ പിടിക്കാൻ കഴിയില്ല. പരിധിയുണ്ട്. എനിക്ക് ഇവിടുന്ന് തിരൂര് വരെയൊക്കെ നടക്കാൻ കഴിയും, പക്ഷെ ഒരാൾ തൃശ്ശൂർക്ക് നടന്നു തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല. കാലിന് പരിധിയുണ്ട്. ബുദ്ധിക്കും അങ്ങനെ തന്നെയാണ്. ഇതിനും പരിധിയുണ്ട്. ഇതിനും പരിധിയുണ്ട്. ഈ പരിധിക്കുള്ളതിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ബുദ്ധി തന്ന അള്ളൊരു കാര്യം പറഞ്ഞാൽ അതാണ് ശരി എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും. അവിടെ ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്നാണ് തീരുമാനമെങ്കിൽ ഔട്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞതാണ് വാസ്തവം. ഇത് അംഗീകരിക്കാൻ കഴിയില്ലേ? വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, അല്ലാത്തൊരു പോയി പണി വെക്കുന്ന പറയുന്നത്. ഇന്ന് ഇവിടെ ഒന്ന് നിന്നോട്ടെ, കാരണം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നരകത്തിനെ കുറിച്ച് പറയുന്നതാണ്. അതാണ്. അപ്പൊ അത് എനിക്കിന്ന് 10 മണിക്ക് കാസർഗോഡ് എത്തണം രാവിലെ. അപ്പൊ അവിടുന്ന് എല്ലാരും പറയും രാത്രി ട്രെയിനിന് ടിക്കറ്റൊക്കെ രാത്രി അനങ്ങൂല, പരിപാടി ക്യാൻസൽ ആയിക്കളയും. പരിപാടി തന്നെ വലിയ പരിപാടിയാണ്, ജില്ലാ പരിപാടി, ജില്ലന്റെ പിന്നെ പ്രഭാഷണ.
ഹുബ്ബുർ റസൂൽ പ്രഭാഷണമാണ്. അപ്പോൾ രാത്രി വരുന്ന പരിപാടിയല്ല, സുബഹി ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ അവരതിനെ ഒപ്പിച്ചിട്ട് ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്തിങ്ങനെ പരപ്പനങ്ങാടിയിൽ 6:30 ആകുമ്പോഴേക്ക് എത്തണം. ചെറുതായിട്ടൊന്ന് ചായയും കൊടുക്കണം. ഇന്നിത് പോരെ? ബാക്കി നാളെ പറയാം ഇൻഷാ അല്ലാ. അപ്പോ നമ്മളെ മയമാലിയാക്കാന്റെ വീട്ടിൽ നിന്നാണ് ചായം ചെയ്യുന്നുള്ളത്. അദ്ദേഹം കുറച്ചു മുമ്പ് വഫാത്തായ ആളാണ്. വേറെ എന്തോ ഒരു ഉദ്ദേശം കൂടി പറഞ്ഞു. നിങ്ങൾ എന്ത് അനിയൻ മരിച്ചിട്ട് 19 വർഷം. അവരാണ് വാപ്പാന്റെയും 29. ഓ, അപ്പോ ഒരു വാപ്പാന്റെ പേരിലും അഞ്ചന്റെ പേരിലും ദ്വാരക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുവർക്കും ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, ഖബർ വെട്ടമാക്കി കൊടുക്കട്ടെ, ഇരുട്ടിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, യഥാർത്ഥ വീടിൽ സ്വസ്ഥമായി വിശ്രമിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മളെ മുത്തഅല്ലിമീങ്ങൾക്ക് അള്ളാഹു ഉറങ്ങാതെ കേൾക്കാനുള്ള ഭാഗ്യം. ഞങ്ങൾ കാര്യമായിട്ടാമീൻ പറയാം, ഞാൻ തമാശാക്കില്ല, ഭയങ്കര പ്രശ്നമാണ്. കാര്യമായിട്ടാമീൻ അള്ളാഹു ഉറങ്ങാതെ ഇൽമിന്റെ സാക്ഷിയിൽ ഇരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. സംഗതിയിൽ എനിക്ക് തന്നെ അല്ല അപ്പൊ അതിന്റെ ചേപ്പറ, കാരണം ആൾക്കാർ കേൾക്കൂല. അപ്പൊ എന്റെ ശിഷ്യന്മാർ ഉറങ്ങാന്നല്ലപ്പോ ഞാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ ഭക്ഷണത്തരാർക്കാ? സാധാരണ എല്ലാരും ഇതൊക്കെ മറച്ചിട്ട് നമ്മൾ ഗംഭീരാണ് അങ്ങനെയൊക്കെയാണ് പറയല്. ഭക്ഷണത്തരപ്പ് എനിക്ക് തന്നെ അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളത് ഉള്ളായിട്ട് നടക്കണ്ടേ, നമ്മളിങ്ങനെ പൊക്കി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇൽമിന്റെ സാഹസിൽ ഇങ്ങനെ ഇറങ്ങാൻ വളരെ മോശമാണ്, വളരെ മോശമാണ്. മുദരിസാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ വളരെ മോശമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. അല്ലാഹുവേ പറഞ്ഞോ കേട്ടോ നീ കബൂലാക്കണേ അല്ലാ, തെറ്റുകൾ പൊറുക്കണേ അല്ലാ. ഇവിടെ പറയപ്പെട്ട മാമാലിയാക്ക് അദ്ദേഹത്തിന്റെ മകന് 2 പേർക്കും പഠിച്ചവനെ ഖബറിലേക്ക് അവർ ഹദിയ നൽകുന്ന ഈ ചായ ചീനിയുടെ സവാബിനെ എത്തിച്ചവരുടെ ഖബറുകൾ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കണേ അല്ലാ. അള്ളാഹുവേ നിന്റെ പൊരുത്തം കിട്ടുന്ന സ്വാലിഹ്യങ്ങളിൽ ഞങ്ങൾ പെടുത്തണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായി മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. അതിനിടയിലുള്ള ഈ ചെറിയ ജീവിതത്തിൽ നീ ഇസ്സത്ത് നൽകണേ അല്ലാ, വളർച്ച ഉയർച്ച നൽകണേ അല്ലാ, ആഖിറത്തിൽ നജാത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, ഖബറിൽ സ്വസ്ഥത നൽകണേ അല്ലാ, ശരീരത്തിന് ആവേശവും ഉന്മേഷവും ശക്തിയും നൽകണേ അല്ലാ, മനസ്സിന് സമാധാനം നൽകണേ അല്ലാ, എല്ലാ ബാധ്യതകളിൽ നിന്നും മുക്തരാക്കി തരണേ അല്ലാ. അള്ളാഹുവെ കച്ചവടക്കാർക്ക് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അടഞ്ഞുകിടക്കുന്ന കച്ചവടത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ കടങ്ങളിൽ നിന്നും നഷ്ടത്തിൽ നിന്നും ഭീഷണിയിൽ നിന്നും ശത്രുക്കളിൽ നിന്നും തകർച്ചയിൽ നിന്നും തളർച്ചയിൽ നിന്നും ദുരിതത്തിൽ നിന്നും ദുരന്തത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാ. രാവിലെ തന്നെ നിന്റെ ഖുർആൻ കേൾക്കാൻ ഈ പള്ളിയിൽ വരുന്ന പറയുന്ന എന്നെയും ഇവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെയും നീ കത്തിക്കാളുന്ന നരകത്തിലിട്ട് കരിക്കല്ലേ അല്ലാ. അള്ളാഹുവെ മരണം ചിരിച്ചുകൊണ്ട് കലിമ ഉറക്കച്ചെല്ലിയാക്കി തരണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى سلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.